ആലപ്പുഴ മാന്നാറിൽ ജലജീവൻ പദ്ധതിക്കായി എടുത്ത കുഴികൾ കൃത്യമായി അടച്ചില്ലെന്ന പരാതിയുമായി നാട്ടുകാർ. കഴിഞ്ഞ ദിവസം പ്രദേശത്തുണ്ടായ ഇരുചക്ര വാഹനത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കഴിഞ്ഞ ദിവസമാണ് മാന്നാർ തൃക്കുരട്ടി ക്ഷേത്രത്തിന് സമീപം ഇരുചക്ര വാഹനയാത്രക്കാരൻ അപകടത്തിൽപ്പെട്ടത്. ജലജീവൻ പദ്ധതിക്ക് പൈപ്പിടാനായി എടുത്ത കുഴികൾ കൃത്യമായി അടയ്ക്കാതെ കിടന്ന സ്ഥലത്ത് ബൈക്ക് തെന്നി വീഴുകയായിരുന്നു. യുവാവ് ടിപ്പർ ലോറിക്കടിയിലേക്ക് വീണെങ്കിലും ഡ്രൈവറുടെ സംയോജിത ഇടപെടലാണ് യുവാവിന്റെ ജീവൻ രക്ഷിക്കാനായത്. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണ് അപകടത്തിന് പിന്നിലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പൈപ്പ് ലൈനിന് വേണ്ടിയിട്ട് റോഡുകളുടെ ഇരുവശവും കുഴിക്കുകയും അതിൻ്റെ പരിണിത ഫലമായിട്ട് ഇതുവരെയും വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാതിരിക്കുന്നത് മൂലം ഇന്നലെയും NRC സൂപ്പർ മാർക്കറ്റ് കടയുടെ വാതിക്കലുണ്ടായ കുഴിയിൽ ഒരു പയ്യൻ വീഴുകയും അത് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കുന്നത്. ആ ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ മൂലം മാത്രമാണ് ആൾക്ക് ഇപ്പോഴും ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടത്. മാന്നാർ തൃക്കുരട്ടി ജംഗ്ഷനിൽ ഉൾപ്പെടെ റോഡിന്റെ വശങ്ങളിൽ പൈപ്പുകൾ ഇടുന്നതിനായി എടുത്ത കുഴികൾ അടച്ചത് പൂർണ്ണമല്ല. കുഴികളിൽ വെള്ളം നിറഞ്ഞ് ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. റോഡിന്റെ വശങ്ങളിൽ ടാറിംഗ് അവശിഷ്ടങ്ങൾ കിടക്കുന്നതും അപകടത്തിന് ആക്കം കൂട്ടുന്നു. കൂടാതെ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ സ്ഥലത്ത് കുടിവെള്ള വിതരണവും പ്രതിസന്ധിയിലാണ്. അപകട കുഴികളുടെ വിവരങ്ങൾ വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ടും പല ന്യായങ്ങൾ പറഞ്ഞ് വകുപ്പ് ഒഴിഞ്ഞുമാറുകയാണെന്ന് പഞ്ചായത്ത് അംഗം പറയുന്നു. ഈ ബസ് സ്റ്റോപ്പിൽ ബസ് വന്നിറങ്ങുമ്പോൾ കാല് തട്ടി ആൾക്കാർ പലതും മറിഞ്ഞു വീഴുന്നു. അതുപോലെ കുട്ടികളും സ്ത്രീകളും വള്ളക്കാലിൽ നിന്ന് വരുന്ന മാതളത്തേക്ക് തിരിയുന്ന അവിടെ വലിയ ഗർത്തമായ കുഴിയാണ്. ആ കുഴിയിൽ വെള്ളം കിടക്കുന്നുണ്ട്. കുഴി എത്ര ആഴമുണ്ടെന്ന് അറിയത്തില്ല. അത് വണ്ടി വന്നുകൊണ്ട് ദിവസവും ഒരു 4-5 പേര് മറിഞ്ഞു വീഴുന്നു. പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും പരിഹാരമില്ലെന്നും അപകട സാധ്യത ഉയർത്തുന്ന കുഴികൾ അടയ്ക്കാൻ അടിയന്തര നടപടി എടുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.